നമസ്കാരം. പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ സമാധാനത്തിന്റെ വിത്തുകൾ പാകാൻ അന്താരാഷ്ട്ര സമൂഹം ശ്രമിക്കുന്നതിനിടെ മേഖലയെ ഇപ്പോൾ വീണ്ടും ആശങ്കയുടെ നിഴലിലാഴ്ത്തിക്കൊണ്ട് അമേരിക്കൻ കരസേനയുടെ വൻതോതിലുള്ള വിന്യാസം നടക്കുകയാണ്. US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം പഴയപടിയാകുമെന്ന ലോകത്തിന്റെ പ്രതീക്ഷകൾക്ക് ഇപ്പോൾ തിരിച്ചടിയേൽപ്പിച്ചുകൊണ്ടാണ് ഈ സൈനിക നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുമോ എന്നുള്ള ഭീതിയിലാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മേഖലയിലെ സമുദ്ര അതിർത്തികളിലും കരയിലും US സേനയുടെ സാന്നിധ്യം മുൻപത്തേക്കാൾ ശക്തമായിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ പുതിയ നീക്കം അത് വെറും ഒരു പ്രതിരോധ നടപടിയല്ല, മറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കരയുദ്ധത്തിനുള്ള മുന്നൊരുക്കമാണെന്ന് പ്രതിരോധ വിദഗ്ധർ ഇവിടെ വിലയിരുത്തുന്നു. 10,000-ഓളം വരുന്ന പുതിയ സൈനികരെയാണ് മേഖലയിലേക്ക് പുതുതായിട്ട് നിയോഗിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായത് അമേരിക്കയുടെ കരുത്തുറ്റ വിഭാഗമായിട്ടുള്ള മറൈനുകളുടെയൊക്കെ തന്നെ സാന്നിധ്യമാണ്. കരയിലും കടലിലും ഒരേപോലെ ആക്രമണം നടത്താനായിട്ട് കേൾപ്പുള്ള ഈ പ്രത്യേക സേനാ വിഭാഗം അവർ യുദ്ധമുഖത്തേക്ക് വരുന്നത് വരാനിരിക്കുന്ന വലിയൊരു സൈനിക നടപടിയുടെയൊക്കെ തന്നെ സൂചനയായിട്ട് ഇവിടെ ലോകം കാണുകയാണ്. ഇതിനോടകം തന്നെ ഗൾഫ് രാജ്യങ്ങളിലെ വിവിധ US ക്യാമ്പുകളിലായിട്ട് 10,000-കണക്കിന് സൈനികർ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. സമാന്തരമായിട്ട് തുർക്കി, ഈജിപ്റ്റ്, സൗദി അറേബ്യ തുടങ്ങിയ പ്രാദേശിക ശക്തികൾ സമാധാന ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും ഈ നയതന്ത്ര നീക്കങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. പാക് വിദേശകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ 3 രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഒത്തുചേർന്ന് യുദ്ധം ഒഴിവാക്കാനുള്ള ഫോർമുലകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇറാനിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ വിശകലനം ചെയ്ത ശേഷം അമേരിക്കയുമായിട്ട് ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. എന്നാൽ ഒരു വശത്തെ ചർച്ചകളൊക്കെ തന്നെ പുരോഗമിക്കുമ്പോൾ തന്നെ മറുവശത്ത് അമേരിക്ക സൈനിക സന്നാഹങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ഈ രാജ്യങ്ങളുടെ മധ്യസ്ഥ ശ്രമങ്ങളെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. അമേരിക്കൻ സേനാ വിഭാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള USS ട്രിപ്പോളി എന്ന പടക്കപ്പൽ ഇപ്പോൾ ഒമാൻ ഉൾക്കടലിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞു. 2,500-ഓളം മെറൈനുകളെ വഹിക്കാനുള്ള ശേഷിയുള്ള ഈ കപ്പൽ അത് മേഖലയിലെ മറ്റ് US യുദ്ധക്കപ്പലുകളുമായിട്ട് ചേർന്ന സംയുക്ത നീക്കങ്ങൾക്കാണ് പദ്ധതിയിടുന്നത്. ഇതിന് പുറമെയായിട്ട് 5,000-ഓളം പുതിയ സൈനികരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിമാനമാർഗം എത്തിച്ചും കഴിഞ്ഞു. ഹെർക്കുലീസ് ഉൾപ്പെടെയുള്ള ഭീമൻ വിമാനങ്ങൾ 100 കണക്കിന് തവണയാണ് മേഖലയിലെ US താവളങ്ങളിലേക്ക് പറന്നെത്തിയത്. ഇത്രയും വലിയൊരു എയർലിഫ്റ്റിംഗ് നടക്കുന്നത് വെറുമൊരു അഭ്യാസ പ്രകടനം മാത്രമായി കാണാൻ കഴിയില്ലെന്നും ഒരു വലിയ കരയുദ്ധം ഏതു നിമിഷവും പ്രതീക്ഷിക്കാമെന്നുമാണ് റിപ്പോർട്ടുകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ഈ സൈനിക നീക്കങ്ങൾക്കിടയിലും രാഷ്ട്രീയ പ്രസ്താവനകൾ അത് അന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കുന്നു. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനകൾ ഇതിൽ ഏറെ പ്രധാനമാണ്. താൻ മുന്നോട്ട് വെച്ച 15 സമാധാന നിർദ്ദേശങ്ങൾ ഇറാൻ ഭൂരിഭാഗവും അംഗീകരിച്ചു കഴിഞ്ഞുവെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇറാൻ ജനത തന്നെ നേതാവായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുവെന്നൊക്കെയുള്ള വിവാദ പ്രസ്താവനകളും അദ്ദേഹം നടത്തിയിരുന്നു. എന്നാൽ അമേരിക്കയുമായി അത്തരത്തിൽ നേരിട്ടുള്ള യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നാണ് ഇറാൻ്റെ ഔദ്യോഗിക നിലപാട്. ഈ പ്രസ്താവനകളിലെ വൈരുദ്ധ്യം അത് മേഖലയിലെ യഥാർത്ഥ സാഹചര്യം എന്താണ് എന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. ഏതായാലും ചർച്ചകളിലെ അവിശ്വാസം തന്നെയാണ് ഇറാൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. മുൻപ് നടന്ന ആണവ ചർച്ചകളുടെ അനുഭവമാണ് ഇറാനെ ഇതിനെ പ്രേരിപ്പിക്കുന്നത്. ഒമാൻ്റെയും അതോടൊപ്പം തന്നെ ജനീവയുടെയും ഒക്കെ തന്നെ മധ്യസ്ഥതയിൽ 5 റൗണ്ടോളം ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രയേലും ചേർന്നുകൊണ്ട് ഇറാൻ്റെ ആണവ നിലയങ്ങളൊക്കെ തന്നെ ആക്രമിച്ചത്. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി 3ാം റൗണ്ടിൽ വ്യക്തമായ ഡ്രാഫ്റ്റ് പ്രപ്പോസൽ സമർപ്പിക്കുകയും IAEA പരിശോധനകൾക്ക് തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും വിദേശ ശക്തികൾ ആക്രമണത്തിന് മുതിർന്നത് സമാധാന ചർച്ചകൾ വെറുമൊരു കണ്ണിൽ പൊടിയിടൽ മാത്രമാണെന്ന തോന്നൽ ഇറാൻ ഭരണകൂടത്തിൽ ശക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഒരു കരയുദ്ധം സംഭവിക്കുന്നത് ഒരു പരിധിവരെ ഇറാൻ്റെ താല്പര്യമായിട്ട് മാറുന്നുണ്ട് എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. ആകാശത്തു നിന്നുള്ള ആക്രമണങ്ങളിൽ ഇറാന് പരിമിതമായിട്ടുള്ള പ്രതിരോധം മാത്രമേ സാധ്യമാകൂ. എന്നാൽ യുദ്ധം കരയിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇറാന് തങ്ങളുടെ ഭൂപ്രകൃതിയും സൈനിക കരുത്തും ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. അമേരിക്കൻ സൈനികരെ തടവിലാക്കാൻ കഴിഞ്ഞാൽ അത് ചർച്ചകളിൽ വലിയൊരു വിലപേശൽ ശക്തിയായിട്ട് മാറുമെന്ന് ഇറാൻ കണക്ക് കൂട്ടുന്നു. ഗാസയിൽ ഹമാസ് നടത്തിയ നീക്കങ്ങളെപ്പോലെ അമേരിക്കൻ സൈനികരെ മുൻനിർത്തിക്കൊണ്ട് ഭാവിയിൽ അനുകൂലമായിട്ടുള്ള കരാറുകളിലൊക്കെ തന്നെ ഒപ്പിടിയിക്കാൻ ഇറാന് സാധിച്ചേക്കും. ഇറാൻ്റെ മുന്നറിയിപ്പുകൾ വളരെ കർക്കശമാണ്. അമേരിക്കൻ സൈന്യം പേർഷ്യൻ ഉൾക്കടലിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ സ്രാവുകൾക്ക് ഭക്ഷണമാകുമെന്നാണ് ഇറാൻ സൈനിക വക്താക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിങ്ങൾ ജീവനോടെ തിരിച്ചു പോകില്ലെന്ന ഈ ഒരു വെല്ലുവിളി അത് തീർച്ചയായിട്ടും അമേരിക്കൻ സേനയെ ഭയപ്പെടുത്താനല്ല, മറിച്ച് തങ്ങൾ യുദ്ധത്തിന് സജ്ജരാണെന്ന് ലോകത്തെ അറിയിക്കാനാണ് ഇറാൻ്റെ നീക്കം.
ഒരു വശത്തെ സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പറയുകയും മറുവശത്ത് 2026 ഫെബ്രുവരിയിൽ ആക്രമണം തുടരുകയും ചെയ്യുന്ന അമേരിക്കൻ ഇരട്ടത്താപ്പിന് ശക്തമായിട്ടുള്ള മറുപടി നൽകാനാണ് ഇറാൻ്റെ ഈ ഒരു നീക്കം. മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളുടെയൊക്കെ തന്നെ നിലപാടും ഇവിടെ ഏറെ നിർണായകമാണ്. GCC രാജ്യങ്ങളായിട്ടുള്ള UAE, കുവൈറ്റ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ യുദ്ധം തങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരത തകർക്കുമെന്ന് ഭയപ്പെടുന്നു. ഇറാൻ ഈ രാജ്യങ്ങളെ ലക്ഷ്യം വെക്കുന്നത് അവരോടുള്ള ശത്രുത കൊണ്ടല്ല, മറിച്ച് അവിടങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെ തകർക്കാനാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈറ്റിലെ ഡിസാലിനേഷൻ പ്ലാന്റുകൾക്ക് നേരെയും മറ്റ് ഊർജ്ജ സംഭരണികൾക്ക് നേരെയും ഉണ്ടായ ആക്രമണങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമാണ്. ഈ രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകൾ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയാൽ മാത്രമേ യുദ്ധം അവസാനിക്കൂവെന്ന ലളിതമായിട്ടുള്ള യുക്തിയാണ് ഇറാൻ ഇവിടെ പ്രയോഗിക്കുന്നത്. ഈ യുദ്ധം ദീർഘകാലം നീണ്ടു നിൽക്കുന്നത് പശ്ചിമേഷ്യയെ ഭീകരതയുടെ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറ്റുമെന്ന് അറബ് ഭരണാധികാരികൾക്കും നന്നായിട്ട് അറിയാം. അമേരിക്ക യുദ്ധം കഴിഞ്ഞ് പിൻവാങ്ങിയാലും തങ്ങൾ ഈ മേഖലയിൽ തന്നെ തുടരേണ്ടവരാണെന്ന ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ മുഖവിലേക്കെടുക്കാതെ സൈനിക വിന്യാസം നടത്തുന്ന ട്രംപ് ഭരണകൂടത്തോട് അവർക്ക് തീർത്തും അമർഷമുണ്ട്. അമേരിക്കയുടെ സാന്നിധ്യം തങ്ങൾക്ക് സുരക്ഷ നൽകുന്നതിനേക്കാൾ കൂടുതൽ അപകടമാണ് വരുത്തിവെക്കുന്നതെന്ന് ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് മേലുള്ള നിയന്ത്രണം ഇറാൻ്റെ ഏറ്റവും വലിയ ആയുധമാണ്. തങ്ങൾ കടലിടുക്ക് അടച്ചിട്ടില്ലെന്ന് പറയുമ്പോഴും അമേരിക്കൻ താല്പര്യമുള്ള കപ്പലുകൾക്ക് അവിടെ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തെ എണ്ണ വ്യാപാരത്തിൻ്റെ സ്ഥിരയായിട്ടുള്ള ഈ വഴി തടസ്സപ്പെടുന്നത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കും. അമേരിക്കൻ സഖ്യകക്ഷികളുടെ കപ്പലുകൾ തടഞ്ഞതിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അമേരിക്കയെ പ്രതിരോധത്തിലാക്കാനായിട്ട് ഇറാന് സാധിക്കുന്നു. ഏകപക്ഷീയമായ ഒരു ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറല്ലാത്തതും ഇത്തരം ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ കൈവശമുള്ളത് കൊണ്ടാണ്. അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നോക്കിയാൽ സമാധാന ചർച്ചകൾ നടത്തുന്നത് തങ്ങളുടെ സൈനികരെ സുരക്ഷിതമായിട്ട് വിന്യസിക്കാനുള്ള സമയം നേടിയെടുക്കാനാണെന്ന് വ്യക്തമാണ്. കാരണം ഒരു വശത്ത് നയതന്ത്ര പ്രതിനിധികളെയൊക്കെ തന്നെ അയച്ച് ചർച്ചകൾക്ക് പ്രേരിപ്പിക്കുകയും അതേസമയം തന്നെ അത്യാധുനിക ആയുധങ്ങളും അതോടൊപ്പം തന്നെ കൂടുതൽ സേനയെയും മേഖലയിൽ എത്തിക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും വ്യക്തമായിട്ടുള്ള ഒരു യുദ്ധതന്ത്രമാണ്. എന്നാൽ ഈ ചതി തിരിച്ചറിഞ്ഞ ഇറാൻ ആകട്ടെ സമാധാന ചർച്ചകളിൽ നിന്ന് അകന്നു നിൽക്കുകയും തങ്ങളുടെ സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. വിശ്വാസ്യതയുടെ അഭാവം അത് ഈ ഒരു സംഘർഷത്തെ കൂടുതൽ സങ്കീർണമാക്കി മാറ്റുന്നുണ്ട്. ഒരേ സമയം രണ്ട് നിലപാടുകളൊക്കെ തന്നെ സ്വീകരിക്കുന്ന അമേരിക്കൻ നയം അത് മേഖലയിലെ സമാധാന ശ്രമങ്ങളെപ്പോലും പാടെ തകർത്തിരിക്കുകയാണ്. കാരണം ഒരു കരാറിൽ ഒപ്പിട്ടാൽ പോലും അത് അമേരിക്ക പാലിക്കുമെന്ന് ഇറാൻ വിശ്വസിക്കുന്നില്ല. മുൻപത്തെ വഞ്ചനകൾ ഇറാൻ്റെ മനസ്സിൽ ഇപ്പോൾ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇനിയൊരു വിട്ടുവീഴ്ച ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക തങ്ങളുടെ സൈനിക വിന്യാസം അവസാനിപ്പിക്കേണ്ടി വരും. ഇറാൻ്റെ ആഭ്യന്തര രാഷ്ട്രീയവും ഈ സംഘർഷത്തിൽ വലിയ രീതിയിലുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്ന ഒരു നിലപാട് അത് സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും ഇറാൻ ഭരണകൂടത്തിൻ്റെ ജനങ്ങൾക്കിടയിലുള്ള പിന്തുണ അത് നഷ്ടപ്പെടുന്നതായിരിക്കും. തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന ഒരു സന്ദേശമാണ് ഇവിടെ ഇറാൻ ആഗ്രഹിക്കുന്നത്. ഊർജ്ജ സ്രോതസ്സുകളൊക്കെ തന്നെ അമേരിക്കൻ കമ്പനികൾക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സമാധാനം ഇറാനിലെ പൊതുജനം അവിടെ അംഗീകരിക്കില്ല. അതിനാൽ തന്നെ ഭരണകൂടം കൂടുതൽ കടുത്ത നിലപാടുകൾ സ്വീകരിക്കാൻ നിർബന്ധരാകുകയാണ്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യ ഒരു വലിയ സ്ഫോടനത്തിൻ്റെ വക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അമേരിക്കയുടെ കരസേനയുടെ വരവും അതോടൊപ്പം തന്നെ ഇറാൻ്റെ പ്രതിരോധ തന്ത്രങ്ങളുമൊക്കെ തന്നെ സമാധാന ചർച്ചകളെ നിഷ്ഫലമാക്കിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ടുകൊണ്ട് ഉടനടി ഒരു പരിഹാരം ഇതിൽ കണ്ടില്ലെങ്കിൽ പശ്ചിമേഷ്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായി ഈ ഒരു സംഘർഷം മാറിയേക്കാം. സമാധാനത്തിൻ്റെ വാതിലുകൾ ഓരോന്നായിട്ട് ഇവിടെ അടയുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ മുനമ്പിൽ സംഭവിക്കാനിരിക്കുന്ന നിർണായകമായിട്ടുള്ള നീക്കങ്ങളിലേക്കാണ്.